അപ്പച്ചിയെ നൈസായിട്ട് വീഡിയോയിൽ നിന്ന് ഒഴിവാക്കിയ ഹാന. എല്ലാവർക്കും നക്ഷത്ര വ്ളോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദിയ കൃഷ്ണ തൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടായിരുന്നു. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിറന്നാൾ ആഘോഷം കഴിഞ്ഞപ്പോഴേക്കും അഹാന വീണ്ടും എയറിൽ പോയിരിക്കുകയാണ്. അഹാനയുടെ തനി നിറം ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതിൽ ഒരു വീട്ടിലൊരമ്മു വേണം എന്നായിരുന്നല്ലോ പറഞ്ഞത്. പക്ഷേ ഈ ഒരു വീഡിയോയോടുകൂടി ഒരു വീട്ടിൽ ഒരമ്മു വേണ്ടായേ എന്ന് എല്ലാവരും പറയും. കാരണം കൂടെയുള്ള സഹജീവികളോട് കുറച്ച് സ്നേഹവും കരുണയും ഒക്കെ ആകാം. പക്ഷേ അഹാനയ്ക്ക് അതില്ല. അത് മനസ്സിലാകുന്ന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൽ അഹാനയാണ് അപ്പച്ചിയോട് പറയുന്നത് അങ്ങോട്ട് മാറി നിന്ന് ഓമിയെ നോക്കാനെന്ന്. എന്നിട്ട് പറയുക അവിടെ ഇരുന്നോളാൻ. അപ്പച്ചിയെ ഫാമിലിയിൽ നിന്ന് അഹാനയ്ക്ക് മാറ്റണം. കാരണം അപ്പച്ചിക്ക് ഒരു ലുക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്നങ്ങ് ഒഴിവാക്കി. എന്നിട്ട് അവരും അവരുടെ കുടുംബക്കാരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവം. അവരുടെ ഒന്നും സൗന്ദര്യത്തിന് അപ്പച്ചിയെ പിടിച്ച് കാണില്ല. അവരുടെ കൂടെ നിൽക്കാനുള്ള യോഗ്യത അപ്പച്ചിക്ക് അവർ കാണുന്നില്ലായിരിക്കും. കാരണം ഒരു സാദാ സാരി ഉടുത്തുകൊണ്ടാണല്ലോ അപ്പച്ചി വന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും കൂടെ നിർത്താതെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയത്. ഇവരുടെ ഈ ബർത്ത്ഡേ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വേറെ ആരുമില്ല ബർത്ത്ഡേക്ക്. അശ്വിൻ്റെ വീട്ടുകാർ പോലുമില്ല. ആകെ ഉള്ളത് ഈ അപ്പച്ചിയും ഒരു ഫോട്ടോഗ്രാഫറും മാത്രം. ഈ അപ്പച്ചി അവരുടെ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ആരുമില്ല. അപ്പച്ചി മാത്രം മാറി നിന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ കാണുന്നു. ഇങ്ങനെ മാറ്റി നിർത്താനായിരുന്നെങ്കിൽ എന്തിനാ അവരെ കൂടി വിളിച്ചത്? അവരുടെ സൗന്ദര്യമുള്ള ഫാമിലിയെ മാത്രം പോരായിരുന്നു. മനുഷ്യത്വമുള്ള ആർക്കായാലും ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യും. ഇവരുടെ ഭാഗത്ത് തെറ്റു പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് അവർ ഈ വീഡിയോയുടെ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തത്? ഇപ്പോൾ ആ ദിയാസനെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഭാഗമില്ല. അത് കട്ട് ചെയ്തിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ഒരുപാട് കമൻറ്റ് അവർക്ക് വന്നു. ഒരാൾക്ക് മാത്രമല്ല അത് തോന്നിയത്. മിക്ക എല്ലാവർക്കും അതാണ് തോന്നിയത്. ആ കമൻറ്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇഷാനിയുടെ മുഖത്തും അപ്പച്ചിയോടുള്ള വെറുപ്പ് കാണാനുണ്ട് എന്ന് കമൻ്റ് ഇട്ടവരുണ്ട്. അതുപോലെ അശ്വിൻ ദിയയ്ക്ക് പിറകിൽ ഒതുങ്ങിക്കൂടി നിൽക്കുകയാണ് എന്നാണ് മറ്റൊരു കമൻറ്റ്. അശ്വിൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള ചിരി കാണാനില്ലെന്നും ആ പുഞ്ചിരി പോലും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുമെന്നും പറയുന്നു മറ്റൊരു കമൻറ്റ്. അപ്പോൾ എല്ലാ വീട്ടിലും ഒരമ്മു വേണമെന്ന പ്രോജക്റ്റ് തൽക്കാലം ഇവിടെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു വീട്ടിലും ഇമ്മാതിരി ഒരമ്മു ആണെങ്കിൽ വേണ്ട, അതാണ് നല്ലത്. ഇതിനേക്കാൾ വലിയൊരു രസം അശ്വിൻ്റെ കുടുംബം ബർത്ത്ഡേ ഫംഗ്ഷന് ഇല്ല എന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ ആളുകൾ അത് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് അശ്വിൻ്റെ ഫാമിലി എവിടെ പോയി? സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അശ്വിൻ ആ വീട്ടിൽ ഒരു വിലയുമില്ലെന്ന്. അപ്പോൾ പിന്നെ അവൻ്റെ ഫാമിലിക്ക് എങ്ങനെ വരും? സാധാരണ ബർത്ത്ഡേ ഫംഗ്ഷന് കുഞ്ഞൊന്നുകിൽ അച്ഛൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ, അങ്ങനെയാണല്ലോ സാധാരണ. ഇവിടെ പക്ഷേ കുഞ്ഞ് കൊച്ചിൻ്റെ മുത്തച്ഛൻ്റെ കയ്യിലാണ്. അശ്വിൻ ഒരു റോളുമില്ല ഇവിടെ. അവൻ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്നു. അത് കണ്ടിട്ടാണ് ആളുകൾ ഓരോന്ന് ചോദിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇവരുടെ എല്ലാ വ്ലോഗും കാണുന്ന ആളുകൾ തന്നെയാണ് ഈ ചോദിക്കുന്നത്, എന്തിനാണ് അശ്വിൻ ഇങ്ങനെ നിൽക്കുന്നത്, ഇട്ടിട്ട് പൊയ്ക്കൂടെ എന്ന്. കാരണം അത്രയ്ക്ക് അവഗണനയാണ് അശ്വിൻ അവിടെ. സത്യം പറഞ്ഞാൽ ഇവരെല്ലാം ഈ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒരു സ്നേഹമോ കാര്യമോ ഒന്നുമില്ല. എന്തായാലും അഹാനയുടെ ക്യാരക്ടർ നല്ലതുപോലെ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയും നാൾ നല്ല കുഞ്ഞ് ചമഞ്ഞിരുന്ന അഹാന എല്ലാവരുടെയും മുമ്പിൽ എക്സ്പോസ്ഡായി. ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ ചാനലും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം.